മരിക്കാൻ ഭയമുള്ളവരാണ് എല്ലാവരും തന്നെ. ജനനത്തിന് മുൻപ് അറിയാൻ കഴിയാത്തതുപോലെ മരണശേഷവും നല്ലതോ ചീത്തയോ സംഭവിക്കുമെന്ന് കരുതാം. ആത്മാക്കളുടെ യഥാർത്ഥ സ്വഭാവം പ്രത്യക്ഷമാകുന്നത് ശരീരത്തിലാണ്. തന്മൂലം മരിച്ചവരുടെ ആത്മാക്കൾ ജീവിക്കുന്നവരുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നുണ്ടാകണം. മരിച്ച് ഏതാനും ദിവസങ്ങളിൽ തന്നോട് യഥാർത്ഥ സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളവരുടെ മനക്കണ്ണുകളിൽ അവർ കാണപ്പെട്ടെന്ന് വരാം. യേശുക്രിസ്തുവിനെ മരണശേഷം നേരിൽ കാണാൻ സാധിച്ചതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ സ്വഭാവത്തെ നന്മതിന്മകളായി തിരിച്ചറിയുന്നതിനാൽ മരണശേഷം ഇരുചേരികളായാകാം മടക്കയാത്ര. ധനവാനും ലാസറും എന്ന ഉപമയിൽ പട്ടിണിയാലും രോഗപീഠകളാലും വലഞ്ഞിരുന്ന ലാസറിനെ കാണാതെ പോയ ധനവാൻ പീഡന സ്ഥലത്ത് ലാസറിനെ വലിയൊരു ഗർത്തത്തിനപ്പുറത്ത് അബ്രഹാത്തിൻ്റെ മടിയിൽ കാണുന്നതും തൻ്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് വിഭജിച്ചു കൊടുത്ത് ദരിദ്രനായപ്പോൾ സക്കേവൂസിനെ ക്രിസ്തു എബ്രഹാത്തിൻ്റെ മകൻ എന്ന് വിളിക്കുന്നതും ബൈബിളിൽ കാണാം. ശിശുക്കളെല്ലാം ദൈവരാജ്യം സ്വീകരിച്ചിരിക്കുന്നവരാണെന്നും മറ്റുള്ളവർ അവരുടെ ദാനധർമ്മങ്ങൾക്ക് അനുസൃതമായാണ് നിത്യകൂടാരങ്ങളിൽ പാർപ്പിക്കപ്പെടുക എന്നും ഗ്രന്ഥത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുമുണ്ട്. സ്വർഗ നരകങ്ങളിലെ സുഖദുഃഖങ്ങളിൽ വ്യത്യാസമുണ്ടാകാമെങ്കിലും ഉൾക്കൊള്ളാവുന്നതിൻ്റെ പരമാവധി അതുണ്ടായിരിക്കും എന്നതിനാലാണ് അപൂർണത അനുഭവേദ്യമാകാത്തത് എന്ന് വേണം അനുമാനിക്കാൻ. ഈ ബോധ്യം ആരെയും വിധിക്കുവാൻ കഴിവുറ്റവരല്ല മനുഷ്യർ എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.